ന്യൂയോർക്ക് സിറ്റി യുഎസിൻ്റെ ഹൃദയഭൂമി, ലോകത്തിൻ്റെ സാമ്പത്തിക സാംസ്കാരിക തലസ്ഥാനം. അവിടെ തീവ്ര വലതും പരമ്പരാഗത ആശയങ്ങളും സയനിസ്റ്റ് പക്ഷപാതവും തമ്മിൽ കടിച്ചു കീറുന്നതിനിടയിൽ ഒരു മുസ്ലിം, ഒരു സോഷ്യലിസ്റ്റ്, ഒരു ഫലസ്തീൻ അനുകൂലി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രൈമറി തെരഞ്ഞെടുപ്പിൽ ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ പദവിയിലേക്ക് കടന്നു വരുന്നു. ജൂത ജനവിഭാഗവും ക്രിസ്ത്യൻ വോട്ടുകളും വൻകിട വ്യവസായികളുടെ സ്വാധീനവും ചേർന്ന ന്യൂയോർക്കിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ത്യൻ വംശജനായ 33-കാരനായ സുഹ്റാം മംദാനി ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ പദവിയിലേക്ക് കുതിക്കുന്നത് ചരിത്രമാണ്. അത് സയനിസ്റ്റ് പക്ഷപാതിയും മുൻ സ്റ്റേറ്റ് ഗവർണറും ആൻഡ്രൂ കോമയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണെന്നുള്ളത് ഇരട്ടി മധുരവും നൽകും. 93% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ സുഹ്റാം മംദാനിക്ക് 43% വോട്ടുകൾ, കോമയ്ക്ക് 36% മാത്രം. അന്തിമ ഫലം വരാൻ ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഈ നഗരത്തിന് ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസ്ലിം മേയർ ഉണ്ടാകാൻ പോകുന്നു. 1991 ഉഗാണ്ടയിലെ കമ്പാലയിൽ പ്രശസ്ത വിദ്യാഭ്യാസ വിചക്ഷണനായ പ്രൊഫസർ മഹ്മൂദ് മംദാനിയുടെയും സലാം ബോംബെ, മൺസൂൺ വെഡ്ഡിംഗ്, ദ നെയിം സേക്ക് തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായികയും പത്മഭൂഷൺ ജേതാവുമായ മീര നായരുടെയും മകനായാണ് സുഹ്റാൻ ജനിച്ചത്. ന്യൂയോർക്ക് സിറ്റി യുഎസിലെ ഏറ്റവും വലിയ ജൂത ജനവിഭാഗം താമസിക്കുന്ന നഗരം. പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകളും ജനസംഖ്യയുടെ 10%-ലേറെ വരുന്ന ജൂത വോട്ടുകളും ആൻഡ്രൂ കോമയ്ക്ക് ലഭിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. യുഎസ് മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ മുതൽ വൻകിട വ്യവസായികൾ വരെ കോമയ്ക്ക് പിന്തുണ നൽകി. പക്ഷേ സുഹ്റാം മംദാനി തന്റെ പുരോഗമന ആശയങ്ങളിലൂടെയും ഗസയിലും ഇറാനിലും ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്കെതിരായ ശക്തമായ നിലപാടുകളിലൂടെയും പുതുതലമുറയുടെ ഹൃദയം കീഴടക്കിയിരിക്കണം. റാങ്ക്ഡ് ചോയ്സ് വോട്ടിംഗ് സംവിധാനം പിന്തുടരുന്ന ന്യൂയോർക്കിൽ ആദ്യ റൗണ്ടിൽ 50% വോട്ട് നേടുന്നവർ വിജയിക്കും. അല്ലെങ്കിൽ വോട്ടർമാരുടെ രണ്ടാം തിരഞ്ഞെടുപ്പ് നിർണായകമാകും. 11% വോട്ടുമായി 3-ാം സ്ഥാനത്തെത്തിയ പുരോഗമന ജൂത സ്ഥാനാർത്ഥി ബ്രാഡ് ലാൻഡർ സുഹ്റാനെ നേരത്തെ തന്നെ പിന്തുണച്ചിരുന്നു. ന്യൂയോർക്ക് സിറ്റിയിലെ ജീവിത ചെലവ് കുറയ്ക്കുക എന്ന മുദ്രാവാക്യവുമായി സുഹ്റാൻ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയിരിക്കണം. പരാജയം സ്വീകരിച്ച ആൻഡ്രൂ കോമോ സുഹ്റാനെ അഭിനന്ദിച്ചു. പക്ഷേ ഈ വിജയത്തിന്റെ ആവേശത്തിനിടയിൽ സുഹ്റാന്റെ പഴയ പ്രസ്താവനകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. ഫലസ്തീൻ അനുകൂല നിലപാടും തീവ്ര വലതുപക്ഷ ആശയങ്ങളോടുള്ള എതിർപ്പും തുറന്നു പറഞ്ഞ സുഹ്റാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ പരാമർശങ്ങളിലൂടെയും വിവാദത്തിന്റെ കേന്ദ്രത്തിലാണ്. 2002 ഗുജറാത്ത് വംശഹത്യയെ പരാമർശിച്ച് മോദിയെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടാണ് ഉപമിച്ചത്. മോദി ഒരു യുദ്ധക്കുറ്റവാളിയെന്ന് സുഹ്റാൻ വിശേഷിപ്പിച്ചു. ഗുജറാത്തിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ സഹായിച്ച മോദിയും നെതന്യാഹുവിനെ പോലെ ഒരു യുദ്ധക്കുറ്റവാളിയാണ്. ന്യൂയോർക്കിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു പുതിയ അധ്യായം എഴുതപ്പെടുകയാണ്. സുഹ്റാം മംദാനിയുടെ ഈ വിജയം പുരോഗമന ആശയങ്ങളുടെ വിജയമാണ്. നീതിക്കും സമത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ വിജയമാണ്.